Hello guys, welcome back to my channel. എല്ലാവർക്കും നമസ്കാരം. ഗയ്സ് അപ്പോൾ നമ്മൾ വെച്ചാൽ ഒരു റീക്യാച്ച് വീഡിയോ ആണ്. എന്താണ് വീഡിയോ വെച്ചാൽ അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് തമിഴും കാര്യം കണ്ടിട്ടുണ്ടാവും. ഗയ്സ് അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ഗിവ് അവേ വീഡിയോ അതായത് നമ്മുടെ പെസ്സിൻ്റെ അക്കൗണ്ട് ഗിവ് അവേ വീഡിയോയുടെ ഗിവ് അവേ റിസൾട്ടിൻ്റെ വീഡിയോ ഇപ്പോൾ അടുത്തന്നെ റിലീസ് ആകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആകാംക്ഷ ഉണ്ടാവും ആരായിരിക്കും വിന്നർ എന്നുള്ളതിന്. അപ്പോൾ സ്റ്റേ ട്യൂൺ കാത്തിരിക്കുക, എന്തായാലും വീഡിയോ വരുന്നതായിരിക്കും. അപ്പം ഏകദേശം ഒരു ഇപ്പം ഞാൻ പറഞ്ഞ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ 4 ടാർഗറ്റ് വെച്ചിരുന്നു. അതിൽ 2-3 ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ, ഒരു ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ബാക്കിയുള്ളത്ര ആ ടാർഗറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ നമ്മുടെ ഗിവ് അവേ വീഡിയോ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഗിവ് അവേ വിന്നർ വീഡിയോ റിലീസ് ചെയ്യാവുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ കാത്തിരിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടിലേക്ക് പോകാം. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയാണ് ബെൽബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയാണ് ഡെയിലി വീഡിയോ ഇടുന്നതെന്ന് പറയാൻ വേണ്ടിയാണ്. നിങ്ങൾക്കും അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെയിലി വീഡിയോ ഇടാം ഗൈസ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് നമ്മൾ ആലോചിക്കുന്നത് ഈ കണ്ടന്റ് ഇവിടെ നിന്ന് കിട്ടുന്നതാണ് ഗൈസ്. അപ്പോൾ കണ്ടന്റ് ഉണ്ടാക്കാൻ എത്ര പണി ഗൈസ്. അപ്പോൾ കണ്ടന്റ് ഉണ്ടാക്കാൻ ഒരു പണിയുമില്ല ഗൈസ്. അപ്പോൾ നിങ്ങൾ ആദ്യം ഇമാജിൻ ചെയ്യുക, നിങ്ങൾക്കിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഇപ്പം ഒരു ഫോൺ മേടിച്ച് വെച്ചോ ഗൈസ്. അപ്പം ഒരു ഫോൺ പുതിയതായിട്ട് മേടിച്ചാൽ നിങ്ങൾക്ക് അതിൽ നിന്നും ഒരുപാട് കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ എന്തായാലും വെച്ചാൽ അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ഇടും. അപ്പോൾ 2 കണ്ടന്റായി, അൺബോക്സിങ് വേറെ വീഡിയോ, റിവ്യൂ വേറെ വീഡിയോ. അങ്ങനെ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ബാറ്ററി ഫീച്ചർ, ഗെയിമിംഗ് ടെസ്റ്റ്, അങ്ങനെ ഒരുപാട് ഒരു പ്രൊഡക്റ്റിൽ തന്നെ ഒരുപാട് കണ്ടന്റ് നമുക്ക് യൂട്യൂബിലേക്ക് ഇടാൻ പറ്റും. സോറി, അത് മൈക്കിന് കൈ കൊണ്ടതാണ്, അതങ്ങനെ സൗണ്ട് ഇട്ടത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കണ്ടന്റിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഫസ്റ്റ് മെയിൻ ടിപ്പ് കേസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ടിപ്പ് കിട്ടും. കാരണം വെച്ചാൽ ഈ വീഡിയോയിൽ ഒരുപാട് ടിപ്സും കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഡെയിലി വീഡിയോ ഇടാൻ പറ്റുന്നതായിരിക്കും. ഗൈസ്, അപ്പോൾ ഫസ്റ്റിൻ്റെ പറയാനുള്ളത്, നിങ്ങൾ ഡെയിലി വീഡിയോ ഇടാൻ താല്പര്യപ്പെടുന്നതാണെങ്കിൽ ഫസ്റ്റ് നിങ്ങളെ വീഡിയോ അപ്ലോഡിങ് ഷെഡ്യൂൾ ഉണ്ടാക്കുക. എങ്ങനെ വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഒരു ഷെഡ്യൂൾ ഉണ്ടാകണം ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു ഷെഡ്യൂൾ ആക്കി വെച്ചത് ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ഒരു 2 മണിയാവും. 3 മണി മുതൽ ഏകദേശം 5 മണിക്കിടയിൽ ഞാൻ എന്തായാലും വീഡിയോ ഇടും. അപ്പോൾ ഏകദേശം 4-5 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ എന്തായാലും വീഡിയോ ഇടാറുണ്ട്. അപ്പോൾ അതേപോലെ നിങ്ങളൊരു ഷെഡ്യൂൾ ആക്കുക ഗൈസ്. അപ്പോൾ അതുപോലെ നിങ്ങൾ ഷെഡ്യൂൾ ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്, ഇപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സിനാണെങ്കിലും നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനാണെങ്കിലും പെട്ടെന്ന് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. എങ്ങനെ വെച്ചാൽ ഇപ്പം അജു ടെക്നോ 5 മണിക്ക് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വ്യൂസും കാര്യം കിട്ടും. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ നിങ്ങളെ സബ്സ്ക്രൈബേഴ്സ് കാണാൻ വരും. അപ്പോൾ അതൊരു നല്ല തന്നെ സംഭവമാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഡെയിലി വീഡിയോ ഇടുന്ന സമയത്ത് ഷെഡ്യൂൾ ആക്കുക. അപ്പോൾ അല്ലെങ്കിൽ ഒരു ദിവസം രാവിലെ 10 മണിക്ക് ഇടുന്നത്, അല്ലെങ്കിൽ ഒരു ദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് ഇടുന്നത്, അല്ലെങ്കിൽ വൈകുന്നേരം ഇടുന്നത്, അല്ലെങ്കിൽ രാത്രി ഇടുന്നത്, അങ്ങനെ ഉണ്ടാക്കാതെ ഒരേ ടൈമിൽ എല്ലാ വീഡിയോസും ഇടാൻ നോക്കുക. എല്ലാ വീഡിയോസും എന്ന് പറഞ്ഞാൽ ഡെയിലി വീഡിയോ ഇടുന്ന സമയത്തൊക്കെ ഷെഡ്യൂൾ ആക്കി വീഡിയോ ഇടാൻ നോക്കുക. അതാണ് നമ്മുടെ സെക്കൻഡ് ടിപ്പ്. ഫ്രണ്ട്സ്, ഇപ്പോൾ തേർഡ് ടിപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ക്ലിക്ക് ആവും തോന്നുന്ന വീഡിയോ കണ്ടന്റ്സ് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ കൂടുതൽ വീഡിയോസും കാര്യങ്ങളും ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ഡെയിലി വീഡിയോ ഇടുന്നതുകൊണ്ട് ഒരുപാടധികം ഇതുണ്ട്. സോറി, ആദ്യം ഇത് കൊണ്ടുകൊണ്ട് നിൽക്കുന്നത്, ഈ അറ്റം വന്നിട്ട് കൊണ്ടുകൊണ്ട് നിൽക്കുന്നത്, അതാണ് ഈ സൗണ്ട് കാര്യം കേൾക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയാനുള്ളത് വെച്ചാൽ ഡെയിലി വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളാണ് ലഭിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഏകദേശം 2-3 മാസമായി ഡെയിലി വീഡിയോ അല്ലെങ്കിലും ഏകദേശം ഒരാഴ്ച തന്നെ 4-5 വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതേപോലെ തന്നെ ഒരാഴ്ച തന്നെ 4-5 വീഡിയോ ഇടുക. അപ്പോൾ എങ്ങനെ വെച്ചാൽ ഒരു ദിവസം ഇടവിട്ട് അല്ലെങ്കിൽ ഡെയിലി വീഡിയോ അങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂട്ടാൻ പറ്റുന്നതായിരിക്കും. കാരണം വെച്ചാൽ എനിക്ക് കൂടിയത് കൊണ്ടാണെന്ന് നിങ്ങൾക്കും പറഞ്ഞിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂടാൻ പറ്റും. നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ എൻ്റെ ഈ മാസം കൊണ്ട് എനിക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് കിട്ടിയതാണെന്ന് ഞാൻ എൻ്റെ വൈറ്റ് സ്റ്റുഡിയോ സ്ക്രീൻഷോട്ട് കാണിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാൻ പറ്റും. അല്ലെങ്കിൽ കാണിച്ചു തരാൻ നിങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഏകദേശം എനിക്ക് 1000-ന് മുകളിൽ അല്ലെങ്കിൽ 1000-ന് സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ടുണ്ട് വെറും ഒരു മാസം കൊണ്ട്. അപ്പം അത്രയും സബ്സ്ക്രൈബേഴ്സ് ഒരു മാസം കൊണ്ട് കിട്ടുന്ന പറഞ്ഞാൽ നിങ്ങൾക്കത് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഡെയിലി വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടിരിക്കുക. അപ്പോൾ കണ്ടന്റ് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പറ്റുന്ന മെയിൻ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ നമ്മൾ 4th ടിപ്പായിട്ട് എടുത്തു. എന്താ ടിപ്പ് വെച്ചാൽ നിങ്ങൾ എന്നാ വെച്ചാൽ ഇപ്പോൾ ഒരു കണ്ടന്റ് കിട്ടി, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കണ്ടന്റ് കിട്ടിയാൽ നിങ്ങൾ എന്നാ വെച്ചാൽ അത് മനസ്സിൽ ഓർത്ത് വെക്കും. ഫസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്ന കണ്ടന്റ് ചിലപ്പോൾ മനസ്സിലാക്കി ചിലപ്പോൾ ഫോൺ കളിക്കുമ്പോഴായിരിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ കണ്ടന്റ് നിങ്ങൾക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബൊക്കെ നോക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു കണ്ടന്റ് കിട്ടുന്നത്. അതുപോലെയാണ് എനിക്ക് കണ്ടന്റ് കിട്ടുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കണ്ടന്റ് കിട്ടി ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്നാ വെച്ചാൽ വേഗം അത് മനസ്സിൽ ഓർത്തിട്ട് അവിടെ വെച്ചിട്ട് നിങ്ങൾ പോകും, പിന്നെ വീഡിയോ എടുക്കാം. അപ്പോൾ ഇപ്പോൾ വേണ്ട, എന്തായാലും പിന്നെ വീഡിയോ എടുത്തിട്ട് എന്നാൽ സെറ്റ് ആക്കാട്ടെ നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ എവിടത്തേക്ക് പോകും, അല്ലെങ്കിൽ നിങ്ങൾ എവിടേക്കും പോയിട്ട് ടിവിയോ ഫോണോ കളിക്കും. പിന്നെ വീഡിയോ എടുക്കാൻ വരും. വീഡിയോ എടുക്കാൻ വേണ്ടി ക്യാമറ ഒക്കെ സെറ്റാക്കി ഇരുന്ന സമയത്തായിരിക്കും നമ്മുടെ കണ്ടന്റ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് അത്ര ഓർമ്മിക്കാൻ പറ്റില്ല. എന്തായാലും 100% ഉറപ്പുണ്ട് നിങ്ങൾക്ക് ആ സമയം നിങ്ങൾ മുൻപേ ഓർത്ത കണ്ടന്റ് ഓർമ്മയുണ്ടാവില്ല.
അപ്പം നിങ്ങൾ എന്താക്കുക വെച്ചാൽ എന്തെങ്കിലും കണ്ടന്റും കാര്യം പെട്ടെന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു നോട്ട് ബുക്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ തന്നെ നോട്ട് പാഡ് അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ പെട്ടെന്ന് പോയി ടൈപ്പ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഒരു പേപ്പറിലോ പെന്നിലോ എഴുതി വെക്കുക. ഇങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കണ്ടന്റും കാര്യം കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് അത് നോട്ട് ചെയ്ത് വെക്കാനും നിങ്ങൾക്ക് വീഡിയോ ചെയ്യുമ്പോൾ ഉപകാരപ്പെടുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇന്ന് വീഡിയോ ഇടാൻ കഴിഞ്ഞില്ലെങ്കിൽ നാളെ ഇടണമെങ്കിൽ ആ ബുക്ക് നോക്കുമ്പോൾ ഒരുപാട് കണ്ടന്റ് ഉണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും അനുയോജ്യമായ കണ്ടന്റ് എടുക്കുക, ആ വീഡിയോ ചെയ്യുക. അങ്ങനെയാണ് ഞാനൊക്കെ ചെയ്യുന്നത്. എൻ്റെ ഫോണിൽ തന്നെ ഞാൻ സാംസങ് നോട്ട് പാഡ് എന്ന സംഭവത്തിൽ എല്ലാ കണ്ടന്റും ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഏകദേശം അടുപ്പിച്ച് തന്നെ ഒരു 2-3 ആഴ്ചയോളം അടുപ്പിച്ച് ഡെയിലി വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കാണാത്തവർ കാണുക. എല്ലാത്തിൻ്റെയും ഐ കാർഡ് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും ഐ കാർഡ് കാണാൻ പറ്റും. അതൊക്കെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കാണാൻ പറ്റും. ഞാൻ എല്ലാം പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് കാണണമെങ്കിൽ നിങ്ങൾ എന്തായാലും പോയി കാണാം. പ്ലേലിസ്റ്റിൻ്റെയും ഐ കാർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല ഫ്രണ്ട്സ്, അപ്പം ഞാനൊന്ന് ആലോചിക്കുക വെച്ചാൽ നമ്മുടെ ചാനൽ ഒരു സീരീസ് പോലെ ആക്കിയാലോ എന്നാണ്. എന്താ വെച്ചാൽ ഒരു കണ്ടന്റിനെ ബേസ് ചെയ്തിട്ട് അതിൽ ഒരുപാട് സീരീസ് ചെയ്യാം. ഇപ്പം ഏകദേശം ഒരു എഡിറ്റിംഗ് എടുക്കുക, ഇൻഷോട്ട് അല്ലെങ്കിൽ കൈൻ മാസ്റ്റർ എടുക്കുക. കൈൻ മാസ്റ്റർ ഇൻഷോട്ട് എടുക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. സീരീസ് തുടങ്ങാം, നമുക്ക് കൈൻ മാസ്റ്റർ സീരീസ് തുടങ്ങാം. എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനെക്കുറിച്ചുള്ള ഫുൾ റിവ്യൂ ആണ്, ഡീറ്റെയിൽസ് എന്നൊക്കെ അറിയാവുന്ന തരത്തിൽ ഞാനെല്ലാം നിങ്ങൾക്ക് പറഞ്ഞിരുന്നു. അപ്പോൾ ഇങ്ങനെ #1 അല്ലെങ്കിൽ വീഡിയോ 1 വീഡിയോ 2 അങ്ങനെയായിട്ട് നമുക്ക് സീരീസ് ചെയ്യാം. അത് ചെയ്യാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തായാലും സീരീസ് #സീരീസ് എന്നിട്ട് അത് കമൻറ്റ് ബോക്സിൽ. അപ്പോൾ എന്തായാലും സീരീസ് തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സീരീസാണ് വേണ്ട വെച്ചാലും അതൊന്ന് കമൻറ്റ് ചെയ്യുക. അതിൻ്റെ അപ്പുറം തന്നെ നമുക്ക് നമ്മുടെ ബാക്കി ടിപ്സിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ 4th അല്ലെങ്കിൽ 5th ടിപ്പാന്ന് നമുക്ക് പറയാം. 5th ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കാര്യത്തിന് ഷെഡ്യൂൾ ആക്കാതിരിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാനുള്ള കാരണം, എനിക്കിപ്പോൾ ഞാൻ ആ ഡെയിലി വീഡിയോ ഇട്ട സമയത്തൊക്കെ എനിക്ക് മദ്രസ ഇല്ല, സ്കൂൾ ഉണ്ട്, ഓൺലൈൻ ക്ലാസ് ആണ്. അപ്പോൾ മദ്രസും കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ രാവിലെ തന്നെ എണീക്കും. ഏകദേശം 5-6 മണി നമുക്ക് തന്നെ എഴുന്നേറ്റിട്ട് നമ്മൾ പല്ലൊക്കെ തേച്ച് എല്ലാം ഫ്രഷ് ആയിട്ട് നമ്മുടെ 5:30 വീഡിയോ കണ്ടിട്ടുണ്ടാവും. 5:30ക്ക് നമ്മൾ എണീച്ച് പോകുന്ന ആ വീഡിയോയിൽ ഏകദേശം അതേപോലെ തന്നെ ഉണ്ടാവുക. എല്ലാ ദിവസവും ഞാൻ അങ്ങനെ കളിക്കാൻ പോകുക. അതിനുശേഷം വന്ന ശേഷമാണ് ഞാൻ വീഡിയോസും കണ്ടന്റൊക്കെ നോക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് അങ്ങ് അവിടെ കാണാൻ പറ്റിയൊരു തലങ്ങാണ്. ആ തലരെ ഗൈസ് ഫ്രണ്ട്സ്, നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങ് അവിടെ ഒരു തലങ്ങാണിയിൽ അവിടെ ഞാൻ പോയിരിക്കും. അപ്പം എങ്ങനെ വെച്ചാൽ ഞാൻ ഇത് മുകളിലത്തെ നിലയാണ്, വീടിൻ്റെ മുകളിലത്തെ നില. ഞാൻ വന്നിട്ട് അവിടെ ഇരുന്നിട്ടാണ് നമ്മുടെ ഫോണിൽ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ നോട്ട് പാഡിൽ കണ്ടന്റും കാര്യം സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. ആ കണ്ടന്റും കാര്യം ഞാൻ അടുത്ത് നോക്കും. അപ്പം ഇങ്ങനെ മറിച്ച് നോക്കിയിട്ട് നമുക്ക് ഒരു ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് എടുക്കും. എന്ന് വെച്ചാൽ ഇന്ന് ഇടാൻ പറ്റുന്ന ഒരു കണ്ടന്റ് നമുക്ക് മൂഡിനനുസരിച്ച് ഞാൻ ഒരു കണ്ടന്റ് എടുക്കും. അപ്പം ആ കണ്ടന്റിനെ കുറിച്ച് ഞാൻ എല്ലാം സെർച്ച് ചെയ്ത് കാര്യങ്ങൾ ആ നോട്ട് പാഡിൽ തന്നെ സെറ്റാക്കി വെക്കും. അപ്പം അതിനുശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാൻ വരിക. അപ്പം അങ്ങനെ കണ്ടന്റും കാര്യമൊക്കെ എടുത്തിട്ട് ഞാൻ നേരെ വീഡിയോ എടുക്കാൻ വന്നാൽ ഞാൻ ഇവിടെ തന്നെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ട്രൈപ്പോഡും ഞാൻ ഇവിടെ ഇരിക്കുന്ന ഒരു സ്റ്റൂളിലാണ്, അത് കാര്യം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ലൈറ്റിംഗ് സെറ്റപ്പ് ഒക്കെ ഞാൻ വരുന്ന വൈകി തന്നെ നമ്മുടെ റൂമിലേക്ക് കയറി വരുന്ന സമയത്ത് തന്നെ ഞാൻ ഓണാക്കി ഇടും. അങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ഒരു ലൈറ്റ് ഉണ്ട്, സോഫ്റ്റ് ബോക്സ് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റുഡിയോ ടൂർ അല്ലെങ്കിൽ സ്റ്റുഡിയോ സെറ്റപ്പ് വീഡിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ സ്വിച്ച് ലൈറ്റൊക്കെ ഓണാക്കിയിട്ട് വന്നിട്ട് ഇവിടെ ഇരിക്കും കൈസ്. അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഫോൺ ഇവിടെ സ്റ്റേബിളായിട്ട് വെക്കും. പിന്നെ മൈക്കും കാര്യം കണ്ടിരിക്കും. മൈക്കും കാര്യം കണ്ടിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇവിടെ ആയിട്ടൊരു നോട്ട്ബുക്ക് ഉണ്ട് കൈസ്. അപ്പോൾ ഈ നോട്ട്ബുക്ക് ഉണ്ട്. ഈ നോട്ട്ബുക്ക് അല്ല മുമ്പ് ഞാൻ ഉപയോഗിച്ചത്, അങ്ങ് അവിടെ എവിടെയോ ഉണ്ട്. അത് ഞാൻ എവിടെയോ കൊണ്ടുവച്ചിട്ടുള്ളത് ദിവസം. ആ നോട്ട്ബുക്കിൽ ഞാൻ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്ന കണ്ടന്റിനെ കുറിച്ചിട്ട് എല്ലാ നോട്ട്സും കാര്യം എഴുതി വെക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്റ്റൂളുമേ ഒന്നും വെച്ചാൽ നിങ്ങൾക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ നോക്കിക്കൊണ്ടും ആലോചിച്ചുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. അതൊരു മെയിൻ ടിപ്പാണ്. നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. നിങ്ങൾ ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ ഒരു നോട്ട് അല്ലെങ്കിൽ ഒരു ഫോൺ, എക്സ്ട്രാ ഫോൺ ഉണ്ടെങ്കിൽ ഫോണിലൊക്കെ എല്ലാം സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ വളരെ ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് 6th ടിപ്പിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ 6th ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പം ഡെയിലി വീഡിയോ ഇടണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചളിപുള്ളി വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല ഗൈസ്. അപ്പോൾ എന്തായാലും നല്ല ക്വാളിറ്റി തന്നെ വീഡിയോ ഇടണം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കാൻ പറ്റും ചെറിയൊരു ടക്ക് ടക്ക് സൗണ്ട് ആകുന്നതാണ് വെച്ചാൽ അപ്പുറത്തെ വീട്ടിൽ അലക്കിയാണ്, അതാണ് ഇങ്ങനത്തെ ഒരു നോയ്സ് കേൾക്കുന്നത്. എല്ലാം ഞാൻ രാവിലെയാണ് വീഡിയോ എടുക്കുന്നത്. ഇന്ന് മദ്രസ പോയതുകൊണ്ട് രാവിലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഏകദേശം ഒരു 10-11 മണി ആയിട്ടുണ്ട്. ആ സമയത്തൊക്കെ അപ്പുറത്തെ വീട്ടിൽ ചേച്ചി അലക്കിയാണ്, അലക്കുന്ന സൗണ്ടാണ് നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്നത്. അപ്പം അതുണ്ടെന്ന് ക്ഷമിക്കാൻ, നോയ്സ് ചെറുങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ 6th ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വീഡിയോ ഡെയിലി വീഡിയോ ഇടണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ ഓരോ വീഡിയോ ഒന്നും എഡിറ്റിംഗും ഇല്ല, ഫിനിഷിംഗ് ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ ചറവർ ഇട്ടിട്ട് കാര്യമില്ല. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോക്ക് ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു ഇപ്പം ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് സ്റ്റേബിളായിട്ട് നല്ല ക്വാളിറ്റി
മൈക്ക് ഉണ്ട് വെച്ചിട്ട് അങ്ങനെയല്ല, ഇപ്പം നിങ്ങൾ ഫോൺ സൗണ്ട് ആയാലും നല്ലൊരു ക്വാളിറ്റി നോയ്സ് ഒക്കെ അധികം കുറച്ചിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ആക്കിയിട്ട് എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റുമോ വീഡിയോ അത്ര മാക്സിമം നിങ്ങൾ വീഡിയോ മെച്ചപ്പെടുത്താം. അപ്പോൾ നിങ്ങൾക്ക് അത്രയും ക്വാളിറ്റിയിലൊരു വീഡിയോ കിട്ടും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിന് വളരെയധികം ഇഷ്ടപ്പെടും. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ക്വാളിറ്റിയിലാണ് വീഡിയോസൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് വളരെ അതിൽ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ഒരു വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാൻ അവർക്ക് നല്ലൊരു ആഗ്രഹം ഉണ്ടാവും, അല്ലെങ്കിൽ താല്പര്യം ഉണ്ടാവും. അപ്പോൾ എന്തായാലും അവർ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് കയറി വരുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം മേ ബി നിങ്ങൾ ഒരു ചളി വീഡിയോ ആണ് ഇടുന്നത് എന്ന് വെച്ചാൽ ഒരു വൃത്തിയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ കുറച്ച് ലൈറ്റിംഗ് സെറ്റപ്പ് ഒന്നും ഇല്ല, ഇരുട്ടൊക്കെ പിടിച്ചിട്ട് ഒന്നും കാണാത്ത രീതിയിൽ സൗണ്ട് നോയ്സൊക്കെ അങ്ങനെയൊക്കെയാണ് വീഡിയോ ഇടുന്നെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിന് ഒരു മടുപ്പ് വരും. പിന്നെ അടുത്ത വീഡിയോ ഇടുമ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ മൈൻഡ് ആക്കാണ്ട് സ്വൈപ്പ് ചെയ്ത് കളയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അധികം വ്യൂസും കാര്യമൊന്നും കിട്ടൂല. അങ്ങനെ വെച്ചാൽ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിന് മടുപ്പ് വരും. അപ്പോൾ നിങ്ങൾ മെയിൻ ടിപ്പ്, ഈ അവസാനത്തെ ടിപ്പ് ഒന്ന് ഓർമ്മിച്ച് വെക്കാം. വീഡിയോസ് ഇടുമ്പോൾ നല്ല ക്വാളിറ്റിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വീഡിയോ ഇടുക. അപ്പോൾ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് വളരെയധികം സന്തോഷമാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ടിപ്പ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഉപയോഗിക്കുന്ന ടിപ്സും കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചാനൽ നല്ല ഗ്രോത്ത് എത്താൻ പറ്റും കേസ്. അപ്പോൾ എന്തായാലും ഞാൻ 10K അടുത്തെത്തുമ്പോൾ ഇപ്പോൾ ഏകദേശം 5K റോഡ് ടു 5K ആണ്. 5K ഒക്കെ കഴിഞ്ഞിട്ട് 10K എത്തുമ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ചാനലിൻ്റെ മോർ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ അങ്ങനെ നമ്മുടെ ചാനലിന് ഇങ്ങനെ വളരെ ആനുള്ള ടിപ്സും കാര്യമായിരിക്കും എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം ഇത് കമൻറ്റ് ചെയ്യാൻ ഒരുപാട് കമൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കമൻറ്റായിട്ട് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. എല്ലാത്തിനും കൂടി ഒരു S ഇട്ടാൽ മതി, #S ഇട്ടാൽ മതി. അപ്പോൾ എല്ലാ വീഡിയോയും ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ എന്താണ് താല്പര്യം വെച്ചാൽ അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഒരാൾക്ക് കൂടെ റിപ്ലൈ തരാണ്ടിരിക്കില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടിപ്സും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഈ ടിപ്സും കാര്യങ്ങളൊക്കെ ഉപകാരപ്പെടുന്നിരിക്കുന്നു. ഉപകാരപ്പെടില്ല നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, പിന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ നല്ല എടുക്കാച്ച വീഡിയോ, ഇൻഫോർമേറ്റീവ് വീഡിയോ ഒക്കെ വീണ്ടും വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ ആജു സൈനിങ് ഔട്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ ഡെയിലി വീഡിയോ ഇടുന്നുണ്ട് ഒന്നും നഷ്ടപ്പെടാനില്ല. കാരണം വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ചാനലിൽ ഒരുപാടധികം ഗ്രോത്ത് കിട്ടുന്ന ഒരു കാര്യമാണ് ഈ ഡെയിലി വീഡിയോ എന്നുള്ള കോൺസെപ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവുമായിരിക്കും. ചില ആൾക്കൊക്കെ ഇങ്ങനെ ഇരിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ വെറുതെ യൂട്യൂബ് ചാനൽ വെച്ച് വീഡിയോസ് ഇടാണ് ഇരിക്കുന്നതാണെങ്കിൽ ഒന്ന് കണ്ടന്റ് നിന്ന് തപ്പിപ്പിടിച്ചിട്ട് നിങ്ങൾ കണ്ടന്റിൽ നിന്ന് ഒരുപാട് കണ്ടന്റ് ഉണ്ടാക്കുക. എന്നിട്ട് ഡെയിലി വീഡിയോ ഇടുകയാണെങ്കിൽ നിങ്ങളുടെ ചാനലിൽ എന്തായാലും ഗ്രോത്ത് ഉണ്ടാവും ഗൈസ്. അപ്പോൾ എന്തായാലും 100% ഞാൻ പറയുന്നത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ട്രൈ ചെയ്തത് കൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഗ്രോത്ത് കിട്ടുന്നതായിരിക്കും. ഫ്രണ്ട്സ്, ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല ക്ലാരിറ്റിയിലെ ഫോൺ, അല്ലെങ്കിൽ നല്ല ക്ലാരിറ്റിയിലെ മൈക്ക്, നല്ല ബാക്ക്ഗ്രൗണ്ട്, നല്ല ഇങ്ങനെ വെച്ചാൽ നല്ല സംഭവം വേണമെന്ന് ഒരു കാര്യം നിർബന്ധമില്ല. കാരണം വെച്ചാൽ നിങ്ങൾ മുമ്പത്തെ വീഡിയോ ഒക്കെ വേണം പോയി നോക്കി കണ്ടു പക്കാ ലോക്കൽ വീഡിയോസൊക്കെ ആയിരുന്നു. എങ്ങനെ വെച്ചാൽ ആദ്യമാണെങ്കിൽ ഫസ്റ്റ് ഒക്കെ നല്ല ക്വാളിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല, അന്നൊരു ഫോണും കാര്യമില്ലാത്തതുകൊണ്ട് ക്വാളിറ്റി കുറച്ചാണ് വീഡിയോസും കാര്യങ്ങളും കിട്ടുന്നത്. പിന്നെ ഞാൻ ഈ ഫോണും കാര്യമൊക്കെ കിട്ടുന്ന സമയത്ത് ഈ മൈക്കും കാര്യം ഉണ്ടല്ലോ, ഫോൺ മൈക്ക് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഇയർഫോൺ മൈക്ക് യൂസ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോസും കാര്യം ചെയ്തത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റുഡിയോ ഒന്നും ഇല്ല എനിക്കന്ന് ഈ സമയത്ത് റൂമും കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ പുറത്ത് പോയിട്ടാണ് വീഡിയോ എടുക്കുക. പുറത്താകുമ്പോൾ നല്ല നമ്മളെ സൂര്യൻ്റെ നല്ല സോഫ്റ്റ് ലൈറ്റ് കിട്ടും. അപ്പോൾ നല്ല മുഖം ബ്രൈറ്റ് ആയിരുന്നോളും. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ നമ്മൾ ലൈറ്റും കാര്യം സെറ്റാക്കിയാണ് മുഖമൊക്കെ ബ്രൈറ്റ് ആക്കുന്നത്. അപ്പോൾ നിങ്ങൾ മേ ബി വീഡിയോ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പുറത്തൊക്കെ പോയി എടുക്കുക. നല്ല ക്ലാരിറ്റിയിൽ നല്ല ഓഡിയോ ക്വാളിറ്റി കിട്ടുന്ന ഒരു സൈലൻ്റ് ആയ പ്ലേസ് പോയി വീഡിയോ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും പക്ക ക്വാളിറ്റി വീഡിയോസ് ഒക്കെ കിട്ടും. അപ്പോൾ ഇതൊരു ടിപ്പാണ് അല്ലെങ്കിൽ ട്രിക്കാണെങ്കിൽ യൂസ് ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ ചെയ്യാവുന്നതാണ്. Put it out the coupe in the lot. 10 for 12 for squat. That's a lot of